ബേഡ്സിനെ വളർത്താൻ ആഗ്രഹം തോന്നി. അപ്പോൾ ലവ് ബേഡ്സ് ആണല്ലോ നമുക്ക് എളുപ്പം. അപ്പോൾ ഇവിടെ ഒരു കൂട് തയ്യാറാക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കൂട് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, പക്ഷേ ഈ ഇതിലിട്ടാൽ കിളികൾ ആ നെറ്റിനിടയിൽ കൂടെയൊക്കെ പറന്നു പോകും. കാരണം ഇത് വലിയ നെറ്റാണ്. നേരത്തെ കോഴികളെ ഇട്ടിരുന്ന കൂടാണ്. ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1/3 പോർഷൻ ചെറിയ നെറ്റിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കി അത്യാവശ്യം സെറ്റിങ്സ് ഒക്കെ എന്ത് ചെയ്യുവാണ്, ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് എന്താ ഇവിടെ ഇതിങ്ങനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് ലെവലാക്കിയിട്ട് അത്യാവശ്യം അവിടെ നമുക്ക് കുറച്ച് അറക്കപ്പൊടിയൊക്കെ വിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് മുട്ടയിടാനുള്ള കലങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഫുഡ് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അവർക്ക് കയറിയിരിക്കാനും പറന്ന് നടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ധാരാളം. ഒരു അത്യാവശ്യം വലിയ ഒരു ഏരിയ ഉണ്ട്. ഇത് ചെറിയ നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. അകത്തും അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു ജീവിയൊന്നും കയറാത്ത രീതിയിൽ, പാമ്പൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് ഒരു കൂട് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ആയിട്ട്. ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള തറയിൽ നമ്മൾ അറക്കപ്പൊടിയാണ്, ചിന്തേരി പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു പഴയ കലയിരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു പാത്രം, നേരത്തെ പൂച്ചയുടെ പാത്രമായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് മാറ്റി തീറ്റിയിടാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കൂടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബേഡ്സ് വന്നാൽ മതി. ബേഡ്സിന് നമ്മൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. അവർക്ക് ഇഷ്ടം പോലെ പറന്ന് നടക്കാനൊക്കെ ഉള്ള സൗകര്യത്തിലാണ്. അപ്പോൾ ബേഡ്സിനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനത് ബേഡ്സിനെ കൊണ്ടുവന്നു. പക്ഷേ അവരുടെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവർ പറന്ന്, ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ശരിക്കും ഫോട്ടോകൾ എടുക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ പറന്ന് കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും അവർ സ്പ്രെഡായി കേട്ടോ. ശരിക്കും ഡോറ് തുറന്നിരുന്നെങ്കിൽ എല്ലാം പുറത്ത് പോയേനെ കേട്ടോ. ശരിക്കും നന്നായിട്ട് അടച്ചിട്ടാണ് ചെയ്തതില്ലെങ്കിൽ അവരൊക്കെ പുറത്തു പോകും. അവർ പെട്ടെന്ന് പുതിയ കൂട് കണ്ടപ്പോൾ അവർക്ക് വെപ്രാളായി പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് എല്ലാവരും. പക്ഷേ അവർക്ക് കഴിയില്ല. അങ്ങനെ അവർ അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കുകയാണ്. ഇനി അവർക്ക് കൂടൊന്ന് പരിചയമാവണം. അവരുടെ കൂടാണെന്ന് അവർ ഒന്ന് സമ്മതിക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുകയാണ്. ഒരു വെപ്രാളമുണ്ട് അവർക്ക്. പെട്ടെന്ന് ചെറിയ കൂട്ടിൽ നിന്ന് വലിയ കൂട്ടിലേക്ക് ഇട്ടതല്ലേ, കണ്ടോ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒരാൾ, ഒരു മഞ്ഞക്കിളി. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇനി എല്ലാം ഓക്കെ ആവും. ഞാൻ കുറച്ച് തീന ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിലേക്ക്. ഞാൻ വേറെ 2 പാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഒട്ടും ഫുഡൊന്നും ചീത്തയാകാതെ അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് തീന കുറച്ചുകൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആദ്യമൊന്നും ഇവർ കഴിക്കുന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഓടിപ്പറന്ന് നടക്കുകയാണ്. അവർക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല. പുതിയ കൂട്ടിലേക്ക് വന്നപ്പോൾ അവർക്കൊരു അപരിചിതത്വം ഉണ്ട്. എന്നാലും അവിടെ പാത്രത്തിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പോയി ഒരു മരത്തിൻ്റെ അവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് അതെല്ലാം ബേഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ കൂട്ടായി തുടങ്ങി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. എന്നാലും നമ്മൾ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ അവർക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്കയുടെ ഇല, ഇവർക്ക് ചില ഇലകളെ തുളസിയില, പനിക്കൂർക്കയുടെ ഇലയൊക്കെ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പനിക്കൂർക്കയുടെ ഇല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരത് കഴിക്കുന്നുണ്ട്. അവർക്ക് രോഗപ്രതിരോധത്തിനുമൊക്കെ ഇത് നല്ലതാണെന്ന് ഞാൻ വായിച്ചിരുന്നു. എന്തായാലും അവർക്ക് കൂടൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പറന്ന് കളിക്കുന്നുണ്ട്. ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു റിങ് കിടന്ന് ഞാൻ വെറുതെ അത് കയറ് ചുറ്റി എടുത്തതാണ് കേട്ടോ.
വേറെ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ഈ കലത്തിനൊക്കെ പൈസ മുടക്കിയിട്ടുള്ളൂ. അധികം ഇതാണ് നമ്മുടെ ഫുഡ് ഡിസ്പെൻസർ വന്നിട്ടുണ്ട്. ആ ഫുഡ് ഡിസ്പെൻസർ ഞാൻ ഫുഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് അത് കഴിക്കാൻ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അത് ഒട്ടും അഴുക്കൊന്നും വരില്ല അതിനകത്ത്. കണ്ടോ, അവർക്ക് ഇരുന്ന് കൊത്തി എടുക്കാനുള്ള സ്ഥലമൊക്കെ അതിനകത്തുണ്ട്. അവരെല്ലാവരും നല്ലപോലെ കമ്പനി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കൂട്ടായിട്ട് നല്ല രസമായിട്ട് പാറി കളിക്കുന്നുണ്ട്. നമുക്ക് വളരെ രസമാണിത്. വളരെ നേരം പോക്കാണ് ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.